നമ്മുടെ ചോദ്യം ഇതാണ്. ഒരു മേശയുടെയും കസേരയുടെയും വിലകൾ തമ്മിലുള്ള അനുപാതം 4:1 ആണ്. 2 മേശയും 8 കസേരയും വാങ്ങാൻ ആകെ ചെലവായ തുക 400 രൂപ ആണെങ്കിൽ ഒരു മേശയുടെ വില എത്ര? അപ്പോൾ മേശയുടെയും കസേരയുടെയും വിലകൾ തമ്മിലുള്ള അനുപാതം 4:1 ആണ്. അങ്ങനെയാണെങ്കിൽ മേശ, അതായത് ടേബിളിന്റെ വില നമുക്ക് 4ന് പകരം 4x എന്ന് എടുക്കാം. പിന്നെ കസേര, ചെയറിന്റെ വില x എന്ന് എടുക്കാം. 4:1 എന്ന് പറയുമ്പോൾ 4x-ഉം x-ഉം എടുക്കാം. പിന്നെ പറഞ്ഞു 2 മേശ 8 കസേര, ഇത് രണ്ടും കൂടെ വാങ്ങാൻ ചെലവായ തുക. ഇപ്പൊ 2 മേശ എന്ന് പറയുമ്പോൾ ഒരു മേശ 4x ആവുമ്പോൾ 2 മേശ 2 × 4x, അതായത് 8x. പിന്നെ 8 കസേര, 8 കസേര എന്ന് പറയുമ്പോൾ ഒരു കസേര x ആണ്. അപ്പോൾ 8 കസേര 8 × x, അതും 8x. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന വിലയാണ് എത്ര? ചെലവായ തുകയായ 400 രൂപ. അപ്പോൾ 8x + 8x എന്ന് പറഞ്ഞാൽ 16x = 400 രൂപ. അതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാം. x = 400, ഈ 16 താഴേക്ക് പോകും. 400 ÷ 16. അപ്പോൾ 160, 320, 80. അപ്പോൾ 25 ആണ് എക്സിന്റെ വില. ഇനി നമുക്ക് ടേബിളിന്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4x എടുത്താൽ മതി. x 25 ആണെങ്കിൽ 4x 4 × 25 100. ഇനി ചെയറിന്റെ വിലയാണ് ചോദിച്ചെങ്കിൽ ഡയറക്റ്റ് എക്സിന്റെ വിലയായ 25. ഇതാണ് ഉത്തരം. ടേബിളിന് 4x ആയ 100 രൂപ, ചെയറിന് x ആയ 25 രൂപ.